Good afternoon. ഇന്ന് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ 8ാമത്തെ സെഷനാണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ബെൽ-കോൾമാൻ റെഫ്രിജറേഷൻ സൈക്കിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അതിലെ ആ സൈക്കിളിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ആ സൈക്കിളിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന റെഫ്രിജറേറ്റിംഗ് മെഷീനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. എല്ലാവരും ആ തെർമോഡൈനാമിക് സൈക്കിള് ഓർത്തിരിക്കുക. അതിൻ്റെ PV ഡയഗ്രാം, TS ഡയഗ്രാം, കൂടാതെ എന്താണ് ഓരോ പ്രോസസ്സിലും നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുക. എല്ലാവരും പേന, നോട്ട്ബുക്ക്, കാൽക്കുലേറ്റർ എന്നിവയൊക്കെ എടുത്ത് മുന്നിലിരിക്കുക. എന്നിട്ട് ഒപ്പം പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. In an open system refrigerating machine working on Bell-Coleman cycle, 1200 kg of air is circulated per hour. The suction and compression pressures are 1 bar and 4.5 bar. The temperature before compression and after expansion are 5 degrees Celsius and minus 75 degrees Celsius respectively. Assuming compression and expansion to be adiabatic, calculate heat extracted from the cold chamber per hour, heat rejected to the cooler, coefficient of performance of the system. Take specific heat at constant pressure for air 1.005 kilojoule per kilogram Kelvin and adiabatic index for air 1.4. So question ഒന്നും കൂടി നോക്കാം. We have a open refrigerating machine working on Bell-Coleman cycle. Bell-Coleman cycle വർക്ക് ചെയ്യുന്ന ഒരു ഓപ്പൺ എയർ റെഫ്രിജറേറ്റിംഗ് മെഷീൻ നമുക്കുണ്ട്. അതിൽ 1200 കിലോഗ്രാം ഓഫ് എയർ എന്ത് ചെയ്യുന്നുണ്ട്, ആ സിസ്റ്റത്തിലൂടെ ഒരവറിൽ എന്ത് ചെയ്യുന്നുണ്ട്, സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്ന ആ എയറിൻ്റെ സെക്ഷൻ പ്രഷറും കംപ്രഷൻ പ്രഷറും പറയുന്നുണ്ട് 1 ബാർ ആൻഡ് 4.5 ബാർ. അതുപോലെ തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ ബിഫോർ കംപ്രഷനും ആഫ്റ്റർ എക്സ്പാൻഷനും പറയുന്നുണ്ട്. ബിഫോർ കംപ്രഷൻ 5 ഡിഗ്രി സെൽഷ്യസും ആൻഡ് ആഫ്റ്റർ എക്സ്പാൻഷൻ -75 ഡിഗ്രി സെൽഷ്യസും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മളോട് ഒന്നും കൂടി പറയുകയാണ്, കംപ്രഷനും എക്സ്പാൻഷനും നമ്മൾ ഐസെൻട്രോപിക് പ്രോസസ്സാണ് അല്ലെങ്കിൽ അഡിയാബാറ്റിക് പ്രോസസ്സാണ് എന്നുള്ളത് നമ്മളോട് എന്ത് ചെയ്യാൻ, അസ്യൂം ചെയ്യാൻ അവർ നമ്മളോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നു. കോൾഡ് ചാമ്പറിൽ നിന്ന് ഒരവറിൽ എത്ര ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ട്, അതായത് റെഫ്രിജറേറ്ററിൻ്റെ ആ ഭാഗത്തു നിന്ന്, റെഫ്രിജറേറ്ററിൽ നിന്ന് അല്ലെങ്കിൽ കോൾഡ് ചാമ്പറിൽ നിന്ന് എത്ര എമൗണ്ട് ഓഫ് ഹീറ്റാണ് നമ്മുടെ എയർ ഒരവറിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ കൂളറിലേക്ക് നമ്മുടെ എയർ റിജക്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റെഫ്രിജറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് നമുക്ക് CP തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഡിയാബാറ്റിക് ഇൻഡെക്സ് ഗാമയും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മളിത് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ PV ഡയഗ്രാം വരച്ച് വയ്ക്കുക. പറ്റുമെങ്കിൽ TS ഡയഗ്രവും വരച്ച് വയ്ക്കുക. രണ്ട് PV ഡയഗ്രാം വരയ്ക്കുക, TS ഡയഗ്രാം വരയ്ക്കുക. ദെൻ എന്നിട്ട് തന്നിരിക്കുന്ന ടെമ്പറേച്ചേഴ്സ്, പ്രഷേഴ്സ് ഇതെല്ലാം നമ്മുടെ PV ഡയഗ്രത്തിലും TS ഡയഗ്രത്തിലും എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക. എന്നിട്ട് തന്നിരിക്കുന്ന ഡാറ്റാസ്, ഗിവൺ ഡാറ്റാസ് എഴുതി വയ്ക്കുക. ഓക്കെ, സോ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഏതാണ് നമ്മുടെ സൈക്കിള്, ബെൽ-കോൾമാൻ സൈക്കിളാണ്. ബെൽ-കോൾമാൻ സൈക്കിളിൻ്റെ PV ഡയഗ്രവും TS ഡയഗ്രവും വരച്ച് വയ്ക്കുക. സോ ഇവിടെ ഞാൻ ഒന്നുകിൽ PV ഡയഗ്രാം മാത്രമേ വരച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. സോ 1200 കിലോഗ്രാം ഓഫ് എയർ, അതായത് മാസ് ഓഫ് എയർ സർക്കുലേറ്റഡ് അല്ലെങ്കിൽ ഫ്ലോ റേറ്റ് ഓഫ് എയർ തന്നിട്ടുണ്ട് 1200 കിലോഗ്രാം പെർ ഹവർ.
മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ തന്നിട്ടുണ്ട് 1200 കിലോഗ്രാം പെർ ഹവർ. ഒരു മണിക്കൂറിൽ 1200 കിലോഗ്രാം എയർ എന്ത് ചെയ്യുന്നുണ്ട്, സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ദ സെക്ഷൻ ആൻഡ് കംപ്രഷൻ പ്രഷേഴ്സ് ആർ, സെക്ഷൻ ആൻഡ് കംപ്രഷൻ പ്രഷേഴ്സ് ആർ ഏതൊക്കെയാണ്? സെക്ഷൻ പ്രഷർ, കംപ്രഷൻ പ്രഷർ. സെക്ഷൻ പ്രഷർ എന്ന് പറയുന്നത് P1 അല്ലേ, ഇതാണല്ലോ നമ്മുടെ കംപ്രഷൻ. 1 to 2 എന്ന് പറയുന്നതാണ് കംപ്രഷൻ പ്രോസസ്സ്, അഡിയാബാറ്റിക് കംപ്രഷൻ പ്രോസസ്സ്. സോ 1 to 2 1 എന്ന് പറയുന്ന പ്രഷർ, അതായത് P1 ആണ് സെക്ഷൻ പ്രഷർ, P2 ആണ് കംപ്രഷൻ പ്രഷർ, ആഫ്റ്റർ കംപ്രഷനുള്ള പ്രഷർ. അത് തന്നിട്ടുണ്ട് 1 ബാറും അതുപോലെ തന്നെ 4.5 ബാറും. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞത് എന്താണ്, ഈ രണ്ട് പ്രോസസ്സും 1 to 2ഉം 3 to 4ഉം രണ്ടും എന്താ ഫോളോ ചെയ്യുന്നത്? അഡിയാബാറ്റിക് പ്രോസസ്സാണ്. രണ്ടും അഡിയാബാറ്റിക് ആണ്. PV raised to gamma equal to constant എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിളാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷനാണ് ഈ ലൈന് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, രണ്ട് ടെമ്പറേച്ചർ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ദ ടെമ്പറേച്ചർ ബിഫോർ കംപ്രഷൻ, അതുപോലെ ടെമ്പറേച്ചർ ആഫ്റ്റർ എക്സ്പാൻഷൻ. ഏതൊക്കെയാണ് ടെമ്പറേച്ചർ ബിഫോർ കംപ്രഷൻ? ബിഫോർ കംപ്രഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T1 അല്ലേ, T1 എന്ന് പറയുന്നതാണ് ബിഫോർ കംപ്രഷൻ ടെമ്പറേച്ചർ. അതുപോലെ തന്നെ പിന്നെന്താ പറഞ്ഞത്, ടെമ്പറേച്ചർ ആഫ്റ്റർ എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ എന്ന് പറയുന്ന പ്രോസസ് ഏതാണ്? 3 to 4ലാണ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ നടക്കുന്നത്. സോ ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? T4. അതും നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ തെർമോഡൈനാമിക് സൈക്കിൾസിലാണ് പ്രോബ്ലംസ് ചെയ്യുന്നതെങ്കിൽ, തെർമോഡൈനാമിക് സൈക്കിൾസിനെ ബേസ് ചെയ്തിട്ടാണ് പ്രോബ്ലംസ് ചെയ്യുന്നതെങ്കിൽ ഒബീവിയസ്ലി ദ ടെമ്പറേച്ചർ ഷുഡ് ബി ഇൻ എന്തായിരിക്കണം? അബ്സല്യൂട്ട് യൂണിറ്റ്സിലായിരിക്കണം, അല്ലെങ്കിൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചേഴ്സാണ് നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറെ കെൽവിനിലേക്ക് മാറ്റണം. പ്ലസ് 273 കൊണ്ട് ആഡ് ചെയ്താൽ 278 കിട്ടും. അതുപോലെ തന്നെ T4 എന്ന് പറയുന്നതിനെ കെൽവിനിലേക്ക് മാറ്റിയാൽ 198 കെൽവിൻ എന്ന് കിട്ടും. -75 + 273 198. അതുപോലെ തന്നെ P1 = P4 ആണ്, P2 = P3 ആണ്. അതായത് സെക്ഷൻ പ്രഷറും ആകെ രണ്ട് പ്രഷർ ലിമിറ്റ്സിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ ഒരു സൈക്കിൾ വർക്ക് ചെയ്യുന്നത്. ഒരു ലോവർ പ്രഷറും ഒരു അപ്പർ പ്രഷറും. സോ P1 = P4 = 1 ബാർ, P2 = P3 = എന്താണ് 4.5 ബാർ. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താണ്? കാൽക്കുലേറ്റ് ദ ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ കോൾഡ് ചേംബർ പെർ ഹവർ. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ കോൾഡ് ചേംബർ പെർ ഹവർ. അത് ഏതിലാണ് വരിക? ഹീറ്റ് എക്സ്ട്രാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? കോൾഡ് ചേംബറിൽ നിന്ന് ഹീറ്റ് എക്സ്ട്രാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? 2 to 3 എന്ത് പ്രോസസ്സ് നടക്കുന്നത്? 2 to 3 കൂളറിൽ ഹീറ്റ് റിജക്ഷൻ ആണ് നടക്കുന്നത് അല്ലേ, കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ആണ്. ഇവിടെയാണ് ഹീറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർപ്ഷൻ നടക്കുന്നത് 4 to 1 സോ 4 to 1 ഹീറ്റ് അബ്സോർപ്ഷൻ പെർ അവർ, അല്ലെങ്കിൽ എന്താ പറഞ്ഞത്, എത്ര ഹീറ്റാണ് കോൾഡ് ചേംബറിൽ നിന്ന് ഒരു ഹവറിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നത് എന്നതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. സോ അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട് അല്ലേ. 4 to 1 എന്താണ്? കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഹീറ്റ് റിജക്ഷൻ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഹീറ്റ് അഡീഷൻ കണ്ടുപിടിക്കാനോ ഹീറ്റ് റിജക്ഷൻ കണ്ടുപിടിക്കാനോ നമ്മുടെ ഇക്വേഷൻ എന്താണ്? M × Cp × ΔT. ΔT എന്താ ഇവിടെ ഹയർ ടെമ്പറേച്ചർ മൈനസ് ലോവർ ടെമ്പറേച്ചർ. സോ ഹയർ ടെമ്പറേച്ചർ ഏതായിരിക്കും? അത് T1 മൈനസ് T4. സോ ഈ ഒരു ഇക്വേഷൻ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എത്ര എമൗണ്ട് ഓഫ് ഹീറ്റാണോ ഒരു മണിക്കൂറിൽ കോൾഡ് ചേംബറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ കഴിയും. നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? Cp × T1 - T4. അതെന്താണ്? അത് 1 കിലോഗ്രാം എയറിൻ്റെയാണ്. 1 കിലോഗ്രാം എയർ എത്ര ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു? നമ്മളോട് പറഞ്ഞത് എന്താണ്? ഒരു മണിക്കൂറിൽ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് എക്സ്ട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദിച്ചത്. നമുക്ക് തന്നിട്ടുണ്ട് അവിടെ ഒരു മണിക്കൂറിൽ 1200 കിലോഗ്രാം
എയർ എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട്. സോ 1200 കിലോഗ്രാം എയർ പാസ് ചെയ്യുമ്പോൾ ഒരു മണിക്കൂറിൽ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നു. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, 1 കിലോഗ്രാമിൻ്റെ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 1200 കിലോഗ്രാമിൻ്റെ കണ്ടുപിടിക്കാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് NCP ഇൻറ്റു T1 - T4. സോ നമുക്ക് എന്ത് കിട്ടും, ഇത്രയും കിലോ ജൂൾ അല്ലേ, ഇത്രയും കിലോ ജൂൾ പെർ ഹവർ, ഇത്രയും കിലോ ജൂൾ പെർ അവർ. കാരണം എമ്മിൻ്റെ യൂണിറ്റ് ഇവിടെ വരുന്നത് എന്താണ്, കിലോഗ്രാം പെർ അവറിലാണ്. ഓക്കെ, ഒരു അവറിൽ എത്ര കിലോഗ്രാം എയർ പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എം നമുക്ക് തന്നിട്ടുള്ളത്. എം അങ്ങനെയാണ് തന്നിട്ടുള്ളത്. എം റേറ്റ് ഓഫ് ഫ്ലോ ആണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്, റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അതായത് ഒരു മണിക്കൂറിൽ എത്ര ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്നു, അതാണ് നമ്മളോട് കണ്ടുപിടിക്കുന്നത്. സോ അത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, അത് കണ്ടുപിടിച്ചു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹീറ്റ് റിജക്റ്റഡ് ടു ദ കൂളർ. ഹീറ്റ് റിജക്റ്റഡ് ടു ദ കൂളർ. കൂളറിൽ ഏത് പ്രോസസ്സാണ്, കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ആണ്. അത് ഏതാണ്, 2 to 3 എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സാണ്. സോ നമുക്ക് ഇക്വേഷൻ അറിയാം, ഫോർ 1 കിലോഗ്രാം CP ഇൻറ്റു T2 മൈനസ് T3 എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. CP ഇൻറ്റു T2 മൈനസ് T3. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് റിജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ അത് 1 കിലോഗ്രാമിൻ്റെതാണ്. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ 1 കിലോഗ്രാം എയർ അല്ല പോകുന്നത്, എത്രയാണ്, 1200 കിലോഗ്രാം ഓഫ് എയർ എന്ത് ചെയ്യുന്നുണ്ട്, പെർ അവറിൽ പോകുന്നുണ്ട്. സോ BVSൽ നമ്മളവിടെ മാസ് കൊണ്ട് അതിനെന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്റ്റഡ് പെർ ഹവർ എന്നുള്ളത് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് കിട്ടും. ഒരു അവറിൽ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് ആണോ നമ്മുടെ കൂളറിൽ നമ്മുടെ എയർ റിജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് കിട്ടും, T2 മൈനസ് T3. സോ പക്ഷെ നമുക്കറിയാം T2ഉം T3യും നമുക്ക് തന്നിട്ടില്ല. T2ഉം T3 നമ്മളെ കയ്യിലുണ്ടോ, ഇല്ല. നമ്മളെ കയ്യിൽ ആകെ T1ഉം T4ഉം ഉള്ളത്. T2ഉം T3 ഇല്ല. ബട്ട് നമുക്ക് 2 പ്രഷർ റേഞ്ച് തന്നിട്ടുണ്ട്, 1 ബാറും 4.5 ബാറും. നിങ്ങൾക്കറിയാം 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സും 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സും ഫോളോ ചെയ്യുന്നത് അഡിയാബാറ്റിക് പ്രോസസ്സാണ് രണ്ടും. സോ നിങ്ങൾക്ക് ഈ ഒരു PV റേഷ്യോ ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. സോ BVSൽ നിങ്ങൾക്ക് ആ റേഷ്യോ ആലോചിച്ചാൽ മതി. നമ്മളൊരു റേഷ്യോ പഠിച്ചിരുന്നു, പ്രഷർ റേഷ്യോ. എന്താണ് പ്രഷർ റേഷ്യോയും ടെമ്പറേച്ചർ റേഷ്യോയും നമ്മൾ അത് തമ്മിലുള്ള റിലേഷൻ പഠിച്ചിരുന്നു. T2 ഡിവൈഡഡ് ബൈ T1 ഈക്വൽ ടു എന്താണ്, P2 ഡിവൈഡഡ് ബൈ P1 ഹോൾ റൈസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഗാമ. സോ ഫ്രം ദിസ് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, T1 നമുക്കറിയാം, P2 ബൈ P1, P2ഉം P1ഉം തന്നിട്ടുണ്ട്. അത് നമ്മൾ വേറെ യൂണിറ്റിലേക്കൊന്നും മാറ്റേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ റേഷ്യോ ആണ്. സോ യൂണിറ്റിൽ എന്തില്ല, പ്രശ്നം വരുന്നില്ല. രണ്ടും ഒരേ യൂണിറ്റ് ആയതുകൊണ്ട്, റേഷ്യോ ആയതുകൊണ്ടും ഇവിടെ എന്തില്ല, പ്രശ്നമില്ല. സോ അതുകൊണ്ട് നമുക്കത് മാറ്റേണ്ട ആവശ്യമില്ല. സോ P2 ബൈ P1 ഗാമ മൈനസ് 1 ബൈ ഗാമ ആ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, വാട്ട് ഈസ് T2 എന്ന് കിട്ടും. അതിന്ന് T2 കിട്ടും. അതേപോലെ തന്നെ ഈ T3 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, വാട്ട് ഈസ് T3 എന്ന് പറഞ്ഞാൽ എന്താണ്, T3 ഡിവൈഡഡ് ബൈ T4 ഈക്വൽ ടു എന്താണ്, P3 ഡിവൈഡഡ് ബൈ P4. അതായത് P2 ഡിവൈഡഡ് ബൈ P1 രണ്ടും എന്താണ്, ഈക്വൽ ആണ്. ആ ഇക്വേഷനിൽ നിന്ന് ആരെ കണ്ടുപിടിക്കാം, T3 നമുക്ക് കണ്ടുപിടിക്കാം. സോ അതും കിട്ടും. അങ്ങനെ കിട്ടിയാൽ ആ ഇക്വേഷനിൽ ഇത് കൊണ്ട് കൊടുത്താൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം, ഹീറ്റ് റിജക്റ്റഡ് ബൈ ദ എയർ ടു ദി കൂളർ അല്ലെങ്കിൽ കൂളിംഗ് വാട്ടർ, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മളോട് പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, COP ഓഫ് ദ സിസ്റ്റം. COP എന്ന് പറഞ്ഞാൽ എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്, നമ്മളോട് സിസ്റ്റത്തിൻ്റെ COP ആണ് കാണാൻ പറഞ്ഞത്, നോട്ട് ഫോർ ദി തെർമോഡൈനാമിക് സൈക്കിൾ. നമ്മളോട് പറഞ്ഞത് എന്താണ്, സിസ്റ്റത്തിൻ്റെ COP ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സിസ്റ്റത്തിൻ്റെ COP കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വി ഹാവ് COPൻ്റെ ഇക്വേഷൻ എന്താണ്, നെറ്റ് റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ. സോ നിങ്ങൾക്ക് റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം, അത് 4 to 1 നടക്കുന്നതാണ്. ഹീറ്റ് അബ്സോർപ്ഷൻ ആണ് ഫ്രം ദ
കോൾഡ് ചാമ്പർ അത് നിങ്ങൾക്കറിയാം. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് അബ്സോർബ്ഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ്. ഹീറ്റ് അബ്സോർബ്ഡ് ഇവിടെ കിട്ടും, ഹീറ്റ് റിജക്റ്റഡ് നമുക്ക് ഇവിടെ 2 to 3 കിട്ടി. സോ നിങ്ങൾക്ക് അതും കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് COP എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. നോക്കാം നമുക്കതെങ്ങനെയാണെന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ 1 to 2 എന്ന് പറയുന്നത് എന്താണ്? അഡിയാബാറ്റിക് കംപ്രഷൻ ആണ്. 1 to 2 എന്താണ്? അഡിയാബാറ്റിക് കംപ്രഷൻ ആണ്. സോ 1 to 2 നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. T2/T1 = P2/P1 (γ-1/γ). എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് T2 കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. സോ T2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ T = എന്ത് കിട്ടും? T2/T1 = 1.537 എന്നുള്ളത് കിട്ടും. സോ ഫ്രം ദാറ്റ് T2 ക്യാൻ ബി ഫൈൻഡ് ഔട്ട്. എത്രയാണ്? 278 Kelvin into 1.537 427 Kelvin. അതിന് T2 നമ്മൾ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 3 to 4 ഫ്രം 3 to 4 അഡിയാബാറ്റിക് എക്സ്പാൻഷനിൽ നമ്മൾ ആരെയും കണ്ടുപിടിക്കും? ഇതേപോലെ തന്നെ ആരെയും കണ്ടുപിടിക്കണം? T2നെ കണ്ടുപിടിച്ച പോലെ തന്നെ ആരെയും കണ്ടുപിടിക്കണം? T3നെയും നമ്മൾ കണ്ടുപിടിക്കണം. കാരണം നമുക്ക് 2 ടെമ്പറേച്ചറും T1 എല്ലാ ടെമ്പറേച്ചേഴ്സും നമുക്ക് അത്യാവശ്യമാണ്. കാരണം നമ്മളോട് ഹീറ്റ് അഡീഷനും ചോദിച്ചിട്ടുണ്ട്, ഹീറ്റ് റിജക്ഷനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ T3 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? വി ഹാവ് T3/T4 അല്ലേ? T3/T4 ഈക്വൽ ടു എന്താണ്? T3/T4 ഈക്വൽ ടു എന്താണ്? P3/P4. ഇതെന്താണ്? ഇത് രണ്ടും ഈക്വൽ ആണെന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? T2/T1 ഈക്വൽ ടു T3/T4 ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. സോ അങ്ങനെയാണെങ്കിൽ അത് ഈ സാധനം തന്നെ 1.537 എന്നുള്ളത്. സോ 1.537 ആണ് എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ റേഷ്യോ T4 നമ്മൾക്ക് ആൾറെഡി നമ്മുടെ തന്നിരുന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ T3 നിങ്ങൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1.537 ഇൻറ്റു T4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആർക്ക് കിട്ടും? T3 കിട്ടും. T3 = 304 Kelvin ആണ് ആൻസർ വരിക. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ ടെമ്പറേച്ചേഴ്സും നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. T1 കണ്ടുപിടിച്ചു, T4 കണ്ടുപിടിച്ചു. സോ T1 T4 തന്നിട്ടുണ്ട്. T2 T3 നമ്മൾ എന്ത് ചെയ്തു? അഡിയാബാറ്റിക് പ്രോസസ്സാണ് ഫോളോ ചെയ്യുന്നത്. സോ ആ റേഷ്യോ നമ്മൾ ടെമ്പറേച്ചർ റേഷ്യോയും പ്രഷർ റേഷ്യോയും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് അത് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് അബ്സ്ട്രാക്റ്റഡ് ഫ്രം കോൾഡ് ചേമ്പർ അല്ലെങ്കിൽ റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ്, എത്ര റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഹീറ്റ് അബ്സ്ട്രാക്റ്റഡ് ഫ്രം കോൾഡ് ചാമ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. അതേതാ പ്രോസസ്സ്? 4 to 1 അതെന്താ ഇക്വേഷൻ? mCp × T1 - T4. M എന്ന് പറഞ്ഞാൽ 1200 kg/h. അതുപോലെ CP 1.005. ഇത് പഠിച്ചു വെക്കണം, ഇത് ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല, അത് നിങ്ങൾ ചിലപ്പോൾ ഓർത്ത് വെക്കണം. അതുപോലെ ടെമ്പറേച്ചർ T1 278 - 198. സോ നിങ്ങൾക്ക് എത്ര കിട്ടും? 96480 kJ/h ആണ് നമ്മുടെ ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് കിട്ടുക. അതുപോലെ തന്നെ ഹീറ്റ് റിജക്റ്റഡ് ടു ദ കൂളർ, നമ്മുടെ കൂളറിലേക്ക് നമ്മുടെ എയർ എത്ര ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ കൂളിംഗ് വാട്ടറിലേക്ക്, അത് 2 to 3 എന്ന് പറയുന്ന പ്രോസസ്സാണ്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. 2 to 3 നടക്കുന്നത്. അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ mCp × T2 - T3. T2 ഉം T3 നമ്മൾ ആ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചു. എന്നിട്ട് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഹീറ്റ് റിജക്റ്റഡ് ടു ദ കൂളർ കിട്ടും. റിജക്റ്റഡ് ടു ദ കൂളർ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് വേറെ മൂന്നാമത്തേതാണ്. 2 നമ്മൾ കണ്ടുപിടിച്ചു. ഹീറ്റ് അബ്സ്ട്രാക്റ്റഡ് ഫ്രം ദ കോൾഡ് ചേമ്പർ ആൻഡ് ഹീറ്റ് റിജക്റ്റഡ് ടു ദ കൂളർ, രണ്ടും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി വർക്ക് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് COP ആണ്. COP ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? നെറ്റ് റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ. നെറ്റ് റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ ആണ് എന്ത്? COP. ഏതിൻ്റെയും COP എന്ന് പറയുന്നത് അതാണ്, ഒരു റെഫ്രിജറേറ്ററിൻ്റെ. ഫോർ എ തെർമോഡൈനാമിക് സൈക്കിൾ ആകുമ്പോൾ ആ തെർമോഡൈനാമിക് സൈക്കിളിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ കാർനോട്ട് സൈക്കിളിനാണെങ്കിൽ ലോവർ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ഹയർ ടെമ്പറേച്ചർ ഡിഫറൻസ്. അതുപോലെ നമ്മുടെ ബെൽകോൺമാൻ സൈക്കിളിനാണെങ്കിൽ 1 ഡിവൈഡഡ് ബൈ പ്രഷർ റേഷ്യോ റേസ് ടു γ - 1/γ -1 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ഉണ്ടാവും. അത് നമ്മളോട് തെർമോഡൈനാമിക് സൈക്കിളിൻ്റെ COP ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. ബട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ തെർമോഡൈനാമിക് സൈക്കിളിൽ വർക്ക് ചെയ്യുന്ന
ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിൻ്റെ COP ആണ്, നോട്ട് ഫോർ ദ തെർമോഡൈനാമിക് സൈക്കിൾ. ഓക്കെ, കാരണം നമുക്ക് ആ സൈക്കിളൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ സിസ്റ്റത്തിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആക്ച്വൽ കണ്ടീഷൻസിൽ ഫോളോ ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, COPന് ജനറൽ ഇക്വേഷൻ, അതായത് നെറ്റ് റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ കൊടുക്കുന്നത്. അല്ലാതെ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നില്ല, ആ ഒരു പ്രഷർ റേഷ്യോ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ തെർമോഡൈനാമിക് സൈക്കിളിൻ്റെ COP കൊടുക്കാൻ പാടില്ല. ഇവിടെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ COP ആണ് ചോദിച്ചിട്ടുള്ളത്. സിസ്റ്റം വർക്ക് ചെയ്യുന്നത് തെർമോഡൈനാമിക് സൈക്കിളിലായിരിക്കും, ബട്ട് ആ തെർമോഡൈനാമിക് സൈക്കിൾ ഒബീവിയസ്ലി കൃത്യമായിട്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോളോ ചെയ്യാനൊന്നും കഴിയത്തില്ല. അത് നമ്മൾ ചെറിയ അസംഷൻ വെച്ചിട്ട് ആണ് പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ചെയ്തു വരുന്നത്. സോ COPയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഫോർ ദ സിസ്റ്റം ചോദിച്ചാൽ എപ്പോഴും നെറ്റ് റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ. നിങ്ങൾക്ക് റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ എയർ ആണ്, അത് നിങ്ങൾക്ക് ആൾറെഡി കിട്ടിയിട്ടുണ്ട്. ദെൻ ഹീറ്റ് റിജക്റ്റഡ് ബൈ എയറും നിങ്ങൾക്ക് ആൾറെഡി കിട്ടിയിട്ടുണ്ട്. ദെൻ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റ് റിജക്റ്റഡ് ബൈ എയർ മൈനസ് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ എയർ. സോ അത് നമുക്ക് അവിടെ നിന്ന് കിട്ടി. അങ്ങനെ നമുക്ക് COP എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. COP is equal to 1.86. അതാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. നെക്സ്റ്റ് പ്രോബ്ലം സെയിം കൈൻഡ് ഓഫ് പ്രോബ്ലം ആണ്. 500 kg of atmospheric air is circulated per hour in a refrigeration system. The air is drawn from the cold chamber at a temperature 8 degrees Celsius and 1 bar and then compressed isentropically to 5 bar. It is cooled at this pressure to 28 degrees Celsius and then led to the expander where it expands isentropically down to atmospheric pressure and is discharged to cold chamber. നോക്കുക, വായിച്ച് നോക്കിക്കുക, എല്ലാവരും കൃത്യമായിട്ടൊന്ന് വായിച്ച് നോക്കുക. എന്താ പറയുന്നത്, 500 kg ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അവറിൽ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് എയർ റെഫ്രിജറേഷൻ സിസ്റ്റമാണ്. സോ എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന് നമുക്കറിയാം ബെൽ-കോൾമാൻ സൈക്കിൾ ഉണ്ട് എന്നുള്ളത് അറിയാം, കാർനോട്ട് സൈക്കിൾ ഉണ്ട് എന്നുള്ളത് അറിയാം. അതവിടെ നിൽക്കട്ടെ. ഇനി എന്താ പറയുന്നത്, ദ എയർ ഈസ് ഡ്രോൺ ഫ്രം ദ കോൾഡ് ചാമ്പർ. അവിടെ ഒരു കോൾഡ് ചാമ്പർ വരുന്നുണ്ട്. എയർ ഈസ് ഡ്രോൺ ഫ്രം ദ കോൾഡ് ചാമ്പർ അറ്റ് എ ടെമ്പറേച്ചർ 8 degrees Celsius ആൻഡ് 1 bar. ഇത് എന്താണ് പറഞ്ഞത്, കോൾഡ് ചാമ്പറിൽ നിന്ന്, അതായത് റെഫ്രിജറേറ്ററിൽ നിന്നോ അല്ലെങ്കിൽ കോൾഡ് ചാമ്പർ രണ്ടും ഒന്ന് തന്നെയാണ്. അതിൽ നിന്ന് നമ്മുടെ കംപ്രസറിലേക്ക് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ 8 degrees Celsius അതിൻ്റെ പ്രഷർ, സെക്ഷൻ പ്രഷർ എന്ന് പറയുന്നത് 1 bar ആൻഡ് ദെൻ അതിനെന്ത് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്നു ഐസെൻട്രോപ്പിക്കലി. ഓക്കെ, ദെൻ ആ പ്രോസസ്സ് എന്താണ്, ഐസെൻട്രോപ്പിക് കംപ്രഷൻ. ഓക്കെ, 5 ബാറിലേക്ക് കംപ്രസ് ചെയ്യുന്നു. ദെൻ അതിനെ കൂൾ ചെയ്യുന്നു അറ്റ് ദിസ് പ്രഷർ. ആ കോൺസ്റ്റന്റ് പ്രഷറിൽ തന്നെ അതിനെന്ത് ചെയ്യുന്നു, കൂൾ ചെയ്യുന്നു. അതായത് 5 bar പ്രഷറിൽ തന്നെ അതിനെ കൂൾ ചെയ്ത് എങ്ങോട്ട് കൊണ്ടുവരുന്നു, 28 degrees Celsiusലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, കൂൾഡ് at this pressure to 28 degrees Celsius and then led to expander. എന്നിട്ട് അതെന്ത് ചെയ്യണം, ഒരു എക്സ്പാൻഡറിലേക്ക് കൊടുക്കുന്നു. അവിടെ എന്ത് ചെയ്യുന്നു, അത് ഐസെൻട്രോപ്പിക്കലി എക്സ്പാൻഡ് ആവുന്നു. ഏത് പ്രഷറിലേക്ക്, ഡൗൺ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്ക് അത് എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ആവുന്നു. ദെൻ അത് വീണ്ടും എങ്ങോട്ട് തന്നെ കൊടുക്കുന്നു, കോൾഡ് ചാമ്പർ അല്ലെങ്കിൽ നമ്മുടെ റെഫ്രിജറേറ്ററിലേക്ക് കൊടുക്കുന്നു. സോ ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടില്ല ഏതാണ് സൈക്കിൾ എന്നുള്ളത്, പറഞ്ഞിട്ടില്ല. ബട്ട് ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഏതാണ് സൈക്കിൾ എന്നുള്ളത്. കാരണം ഒരു കോൾഡ് ചാമ്പറിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പ്രഷറിലാണ്, ഒരു കോൾഡ് ചാമ്പറിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പ്രഷറിലും ടെമ്പറേച്ചറിലും നമ്മുടെ എയറിനെ സക്ക് ചെയ്തെടുക്കുന്നു കംപ്രസറിലേക്ക്. അവിടെ ഐസെൻട്രോപ്പിക്കലി കംപ്രഷനായി നടക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കൂളറിൽ കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റ് റിജക്ഷൻ നടക്കുന്നുണ്ട്. ദെൻ ആ എയറിനെ വീണ്ടും ഐസെൻട്രോപ്പിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു 3 പ്രോസസ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടി. ദെൻ അതിനെ വീണ്ടും കോൾഡ് ചാമ്പറിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു. സോ ഇപ്പോൾ ഈ ഒരു 3 പ്രോസസ്സ് കിട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ 3 പ്രോസസ്സും ഏതാണ്, ബെൽ-കോൾമാൻ സൈക്കിളിൻ്റെ 3 പ്രോസസ്സുകളാണ്. സോ നിങ്ങൾക്ക് ഒബിയസ്ലി ഇതെന്താണ്, 4ാമത്തെ പ്രോസസ്സ് എന്തായിരിക്കും, 4ാമത്തെ പ്രോസസ്സ് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർപ്ഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും,
ഇത് ബെൽ-കോൾമാൻ സൈക്കിളാണ് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും. സോ അങ്ങനെയാണെങ്കിൽ ബെൽ-കോൾമാൻ സൈക്കിൾ എന്ത് ചെയ്യുക, അതിൻ്റെ PV ഡയഗ്രാം TS ഡയഗ്രാം വരച്ച് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളോട് കാണാൻ പറഞ്ഞാൽ എന്താണ്, ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ഫ്രം കോൾഡ് ചേമ്പർ പെർ ഹവർ. ഒരു ഹവറിൽ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് കോൾഡ് ചേമ്പറിൽ നിന്ന് നമ്മുടെ എയർ അബ്സോർബ് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹീറ്റ് റിജക്റ്റഡ് ടു ദ കൂളിംഗ് വാട്ടർ പെർ ഹവർ. ഒരു ഹവറിൽ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് നമ്മുടെ എയർ കൂളിംഗ് വാട്ടറിലേക്ക് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നുണ്ട്, അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ COP ഓഫ് ദ സിസ്റ്റം, കഴിഞ്ഞത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെ. ബട്ട് ഇവിടെ ഏതാണ് സൈക്കിൾ എന്ന് നമ്മളോട് സ്പെസിഫിക് ആയിട്ട് അവർ പറഞ്ഞില്ല. ബട്ട് നമുക്കതിനുള്ള പ്രോസസ്സുകളെല്ലാം കൃത്യമായി പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് ബെൽ-കോൾമാൻ സൈക്കിളാണ് എന്നുള്ളത്. ഓക്കെ, അതുപോലെ നമുക്ക് അഡിയാബാറ്റിക് ഇൻഡെക്സ് തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഹീറ്റ് ഓഫ് എയർ തന്നിട്ടുണ്ട്. ഇവിടെ കൃത്യമായിട്ട് സ്പെസിഫിക് ഹീറ്റ് 1.003 kJ/kg Kelvin ആണ്. ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങളൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ട് 1.005 ആണ് കോൺസ്റ്റൻറ്റ് വാല്യൂ. ആ വാല്യൂ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എഴുതും വേണം, അസ്യൂമിങ് CP = എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ തന്നിരിക്കുന്ന ഡാറ്റാസ് ആദ്യം എഴുതിയെടുക്കുക, PV ഡയഗ്രത്തിലും TS ഡയഗ്രത്തിലും ഇത് അടയാളപ്പെടുത്തുക. സോ നമ്മൾ PV ഡയഗ്രത്തിൽ അടയാളപ്പെടുത്തുന്നു. ഫസ്റ്റ് എന്താ പറഞ്ഞത്, 8 ഡിഗ്രി സെൽഷ്യസിൽ നിന്നാണ് കോൾഡ് ചേമ്പറിൽ നിന്ന് നമ്മുടെ എയർ വരുന്നത്, അതുപോലെ 1 ബാറിലാണ്. സോ ഇവിടെ സൈക്കിള് ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇവിടെ 1 to 2 എക്സ്പാൻഷൻ, 2 to 3 കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ, 3 to 4 കംപ്രഷൻ, 4 to 1 ഹീറ്റ് റിജക്ഷൻ. ഓക്കെ, നോക്കുക, നമ്മൾ സാധാരണ ഗതിയിൽ പഠിച്ചത് 1 2 3, അത് പേരൊന്ന് മാറ്റി അല്ലെങ്കിൽ ആ നമ്പർ കൊടുത്തത് എന്ത് ചെയ്തു, ഒന്ന് മാറ്റി കൊടുത്തു എന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല, സൈക്കിളിൽ മാറ്റമൊന്നുമില്ല. ബട്ട് ആ പോയിന്റുകളിൽ മാറ്റം വരുന്നുണ്ട്. T1 എന്നുള്ളത് T2 ആയിട്ടുണ്ടാവും, അതൊന്നും നോക്കുക. ഓക്കെ, അങ്ങനെ കാണാൻ പാടാൻ പഠിക്കാതെ സൈക്കിൾ എന്താണെന്ന് വെച്ച് പഠിച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇവിടെ ഇപ്പോൾ 1 to 2 എന്നുള്ളതാണ്, നമ്മൾ 1 എന്നുള്ളത് ഇവിടുത്തെ പോയിന്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ 1 ഇവിടെയായിരുന്നു. ആ ഒരു മാറ്റം ആ സൈക്കിളിൽ ഉണ്ടാവും, വേറെ ഒന്നുമില്ല കേട്ടോ. സോ നമ്മളോട് ഫസ്റ്റ് പറഞ്ഞത് എന്താണ്, ടെമ്പറേച്ചർ. കോൾഡ് ചേമ്പറിൽ നിന്ന് നമ്മുടെ കംപ്രസറിൻ്റെ ഇൻലെറ്റിലേക്ക് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും തന്നിട്ടുണ്ട്. സോ അത് ഏതാണ്, കംപ്രസറിൻ്റെ ഇൻലെറ്റ് എന്ന് പറയുന്നത് ഇതാണെന്ന് നിങ്ങൾക്കറിയാം. സോ ഇവിടുത്തെ ടെമ്പറേച്ചർ T3 തന്നിട്ടുണ്ട് 8 ഡിഗ്രി സെൽഷ്യസ്. സോ ആ 8 ഡിഗ്രി സെൽഷ്യസിനെ ഒബീവിയസ്ലി നമുക്കറിയാം സൈക്കിളാണ്, എന്ത് ചെയ്യണം, കെൽവിനിലേക്ക് മാറ്റണം, അബ്സല്യൂട്ട് യൂണിറ്റ്സിലേക്ക് മാറ്റുക. 8 + 273 281 കെൽവിൻ എന്നുള്ളത് കിട്ടും. ദെൻ അത് കഴിഞ്ഞാൽ ഇത് പിന്നെന്താണ്, അവിടുത്തെ പ്രഷർ തന്നിട്ടുണ്ട് P3, P2 and P3 ബോത്ത് ആർ ഈക്വൽ. P2 ഉം P3 ഈക്വൽ ആണ്, അത്രയാണ് 1 ബാർ തന്നിട്ടുണ്ട്. ദെൻ പിന്നെന്താണുള്ളത്, പിന്നെ നമുക്ക് ഈ എയറിന് എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റൻറ്റ് പ്രഷറിൽ കൂൾ ചെയ്യുന്നുണ്ട്. കോൺസ്റ്റൻറ്റ് പ്രഷറിൽ കൂൾ ചെയ്യുന്നുണ്ട്, എത്ര, 28 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂൾ ചെയ്യുന്നുണ്ട്, അത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം, അത് കൂൾ ചെയ്യുന്നുണ്ട്. കൂൾ ചെയ്യുന്ന ടെമ്പറേച്ചർ ഏതാ, കൂൾ ചെയ്ത് കഴിഞ്ഞ് വരുന്ന ടെമ്പറേച്ചർ ഏതാണ്, T1 ആണ്. സോ T1 = 28 + 273 301 കെൽവിൻ. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഈ എയറിന് നമ്മൾ കംപ്രസ് ചെയ്യുന്നത് ഏത് പ്രഷറിലാണ്, കംപ്രസ് ചെയ്യുന്നത് 5 ബാർ പ്രഷറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐസെൻട്രോപ്പിക്കലി അതിനെന്ത് ചെയ്യുന്നുണ്ട്, കംപ്രസ് ചെയ്യുന്നുണ്ട്. സോ P1 = P4 = എത്രയാണ്, 5 ബാർ, അതും കിട്ടി. ഓക്കെ, ദെൻ നമ്മളോട് ഇനി കാണാൻ പറഞ്ഞത് എന്താണ്, ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ഫ്രം കോൾഡ് ചേമ്പർ പെർ അവർ. കോൾഡ് ചേമ്പറിൽ നിന്ന് ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, MCP × T3 - T2. T3 ഇവിടെ T3 - T2. M അറിയാം, CP നമുക്കറിയാം, അതുപോലെ T3 നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ബട്ട് T2 ഈസ് നോട്ട് ഈവൺ. സോ T2 കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളെ ഇക്വേഷനിൽ എന്ത് ചെയ്യണം,
അപ്ലൈ ചെയ്യണം. ഏത് ഇക്വേഷൻ? ഇവിടെ നമുക്ക് T1 ഇവിടെ നോക്കുക, T1 ഡിവൈഡഡ് ബൈ T2 ഈക്വൽ ടു എന്ത്? അഡിയാബാറ്റിക് പ്രോസസ്സാണ്, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആണ്. അപ്പോൾ അവിടെ T1 ബൈ T2 ഈക്വൽ ടു എന്താണ് വരിക? അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആണ്. ഹയർ ടെമ്പറേച്ചർ ഏതാ? T1 ആണ്. ലോവർ ടെമ്പറേച്ചർ T2 ആണ്. ഇവിടുത്തെ ഹയർ പ്രഷർ ഏതാ? P1 അല്ലെങ്കിൽ P4 ആണ്. സോ P1 ഡിവൈഡഡ് ബൈ അടിയിൽ P2 ഇൻറ്റു ഗാമ മൈനസ് 1 ബൈ ഗാമ എന്ന് പറഞ്ഞ ഇക്വേഷൻ കൊടുത്താൽ P1 ഉം P2 നമുക്കറിയാം, ഗാമ ഒക്കെ തന്നിട്ടുണ്ട്. ഓൺലി T1 നമുക്കറിയാം, T2 എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് T2 ക്യാൻ ബി ഫൈൻഡ് ഔട്ട് അല്ലേ? T2 കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. അതേപോലെ നമുക്ക് ആരെയും കണ്ടുപിടിക്കാൻ പറ്റും? T4 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ കഴിയും. ഈ 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സ് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ്. സോ അവിടുത്തെ ഇക്വേഷൻ കൊടുക്കുക, T4 ഡിവൈഡഡ് ബൈ T1, T4 ഡിവൈഡഡ് ബൈ T1 ഈക്വൽ ടു P4 ഡിവൈഡഡ് ബൈ P3 ഗാമ മൈനസ് 1 ബൈ ഗാമ. ആ ഇക്വേഷനിൽ കൊടുത്താൽ ആരെ കിട്ടും? നമുക്ക് T4 കണ്ടുപിടിക്കാം. അത് രണ്ടും കിട്ടിയാൽ, ആ രണ്ട് ടെമ്പറേച്ചറും കിട്ടിയാൽ, T4 T2 കിട്ടിയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ ഹീറ്റ് അഡീഷൻ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ട്രാക്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? MCP ഇൻറ്റു T3 മൈനസ് T2. ഹീറ്റ് റിജക്ഷൻ, കൂളിംഗ് വാട്ടറിലേക്ക് റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? MCP ഇൻറ്റു T4 മൈനസ് T1. ആ ഇക്വേഷൻ കൊടുത്താൽ മതി. ദെൻ COP കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നെറ്റ് റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ. ഓക്കെ, സോ നമ്മൾ ആ പ്രോബ്ലംസ്, ആ സ്റ്റെപ്പ് ഒന്നും കൂടി ഇവിടെ പറയുന്നു നോക്കാം. സോ ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ്സ് 3 to 4 എന്ത് ചെയ്യാണ്? കൺസിഡർ ചെയ്യാണ്. അങ്ങനെ കൺസിഡർ ചെയ്താൽ T4 ഡിവൈഡഡ് ബൈ T3, T4 എന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചർ, T3 എന്ന് പറയുന്നത് ലോവർ ടെമ്പറേച്ചർ, ഈക്വൽ ടു എന്താണ്? ഹയർ പ്രഷർ ഡിവൈഡഡ് ബൈ ലോവർ പ്രഷർ ഓൾ റൈസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ, ഗാമ മൈനസ് 1 ബൈ ഗാമ. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? T4 എന്ത് ചെയ്യാൻ പറ്റും? ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ T4 ഈക്വൽ ടു 445.2 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ, ഗാമ ആൾറെഡി തന്നിട്ടുണ്ട് 1.4. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗിവൺ ടേക്ക് ഇറ്റ് ആസ് 1.4. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? T4 കണ്ടുപിടിക്കാൻ പറ്റും. T4 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് നിങ്ങൾക്കറിയാം. T4 കിട്ടി. അതേപോലെ തന്നെ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യുക, 1 to 2 കൺസിഡർ ചെയ്യുക. 1 to 2 കൺസിഡർ ചെയ്താൽ T2 ഡിവൈഡഡ് ബൈ T1 ഈസ് ഈക്വൽ ടു P2 ഡിവൈഡഡ് ബൈ P1 ഓൾ റൈസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. സോ അതിൽ നിന്ന് 1/5 ഇൻറ്റു ഓൾ റൈസ് ഇതൊക്കെ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 0.63 എന്ന് കിട്ടും. സോ T2 അതിൽ നിന്ന് ആരെ കണ്ടുപിടിക്കാം? T2 ഈക്വൽ ടു എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, T2 ഈക്വൽ ടു എത്രയാണെന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയും. സോ T2 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ കോൾഡ് ചേംബർ പെർ ഹവർ ഈക്വൽ ടു എന്താണ്? MCP ഇൻറ്റു T3 മൈനസ് T2, T3 മൈനസ് T2. ഓക്കെ, T3 മൈനസ് T2 അതിൽ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടും. അതേപോലെ തന്നെ ഹീറ്റ് റിജക്റ്റഡ് ഇൻ ദ കൂളിംഗ് ചാമ്പർ ഓർ ടു ദ കൂളിംഗ് വാട്ടർ ഈക്വൽ ടു MCP ഇൻറ്റു T4 മൈനസ് T1. T4 മൈനസ് T1 ആണ്. ഇവിടെയാണ് ഹയർ ടെമ്പറേച്ചർ, കൂള് ചെയ്യുകയാണ്. സോ ഇവിടെ എത്തുമ്പോഴേക്കും ടെമ്പറേച്ചർ കുറയും. സോ T1 അങ്ങനെയാണെങ്കിൽ T4 മൈനസ് T1 എന്ന് കിട്ടും. സോ നമുക്കതിന് എത്ര എമൗണ്ട് ഓഫ് ഹീറ്റാണ് എക്സ്ട്രാക്ട് ചെയ്തത് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? റിജക്റ്റ് ചെയ്തത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ കഴിയും. സോ ഹീറ്റ് റിജക്റ്റഡും കിട്ടി, ഹീറ്റ് അബ്സോർബ്ഡും കിട്ടി. ദെൻ നിങ്ങൾക്ക് വർക്ക് ഡൺ എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിക്കാം. ഹീറ്റ് റിജക്റ്റഡ് മൈനസ് ഹീറ്റ് അബ്സോർബ്ഡ് ആൻസർ കിട്ടും. ദെൻ COP ഈസ് ഈക്വൽ ടു ഹീറ്റ് അബ്സ്ട്രാക്റ്റഡ് ഇൻ കോൾഡ് ചാമ്പർ ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ, അല്ലെങ്കിൽ നെറ്റ് റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ്. രണ്ടും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. ഹീറ്റ് അബ്സ്ട്രാക്റ്റഡും റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യും? 1.73 എന്നുള്ളത് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക.
നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം വേണമെങ്കിൽ. ദെൻ അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. In a refrigerator working on Bell-Coldman cycle, the air is drawn into the compressor from the cold chamber at a pressure of 1 bar and a temperature 10 degrees Celsius. After adiabatic compression to 5 bar pressure, the air is cooled to a temperature of 20 degrees Celsius. Then the air is expanded in an expander motor according to the law PV raised to 1.3 equal to constant to a pressure of 1 bar. At this pressure it enters the cold chamber. For air take Cp and Cv. രണ്ടും തന്നിട്ടുണ്ട്, Cpയും തന്നിട്ടുണ്ട്, Cvയും തന്നിട്ടുണ്ട്. Determine work supplied per kilogram of air and COP of the system. സോ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുക, വ്യക്തമായി വായിക്കുക. ഇൻ എ റെഫ്രിജറേറ്റർ വർക്കിംഗ് ഓൺ Bell-Coldman സൈക്കിൾ. സോ സൈക്കിൾ പറഞ്ഞു Bell-Coldman സൈക്കിളാണ്. സോ പി വി ഡയഗ്രാം TS ഡയഗ്രാം വരച്ച് വെക്കുക. പി വി ഡയഗ്രവും TS ഡയഗ്രവും വരച്ച് വെക്കുക. എന്നിട്ട് എന്താ പറയുന്നത്? ദ എയർ ഈസ് ഡ്രോൺ ഇൻ ടു ദ കംപ്രസർ ഫ്രം ദ കോൾഡ് ചാമ്പർ. എയർ ഈസ് ഡ്രോൺ ഇൻ ടു ദ കംപ്രസർ ഫ്രം ദ കോൾഡ് ചാമ്പർ. കോൾഡ് ചാമ്പറിൽ നിന്ന് എയർ വലിച്ചെടുക്കുന്നു. മറ്റേ പ്രഷർ 1 bar പ്രഷറിലാണ് കംപ്രസറിലേക്ക് എയർ വരുന്നത്. അതുപോലെ 10 ഡിഗ്രി സെൽഷ്യസിലാണ് എയർ വരുന്നത്. ആഫ്റ്റർ അഡിയാബാറ്റിക് കംപ്രഷൻ, നമ്മൾ കംപ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്? 5 bar പ്രഷറായിട്ട് കൂടുന്നുണ്ട്. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂൾ ചെയ്യുന്നു. എത്ര ഡിഗ്രി സെൽഷ്യസിലേക്ക്? 20 ഡിഗ്രി സെൽഷ്യസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കൂളറിൽ വെച്ചിട്ട് അതിനെ കൂൾ ചെയ്യുന്നു. ദെൻ ദ എയർ ഈസ് എക്സ്പാൻഡഡ്. അതിനുശേഷം ആ എയർ എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഒരു എക്സ്പാൻഡർ മോട്ടോറിൽ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ബട്ട് അക്കോർഡിംഗ് ടു ദ ലോ PV raised to 1.3, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. PV raised to 1.3 ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ലോ പ്രകാരമാണ് അവിടെ എക്സ്പാൻഷൻ നടക്കുന്നത്. അവിടെ എന്തല്ല? PV raised to gamma, അതായത് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ അല്ല അവിടെ നടക്കുന്നത്. അവിടെ നടക്കുന്നത് PV raised to gamma. അവിടെ ഗാമ അഡിയാബാറ്റിക് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടല്ല, PV raised to 1.3 എന്ന് പറയുന്ന ലോനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ എക്സ്പാൻഷൻ നടക്കുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അതായത് അതൊരു പോളിട്രോപിക് പ്രോസസ്സാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പോളിട്രോപിക് പ്രോസസ്സ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ എന്ത് നടക്കുന്നത്? എക്സ്പാൻഷൻ നടക്കുന്നത്. സോ അതിൽ ചെറിയൊരു മാറ്റമുണ്ട്. ടു എ പ്രഷർ ഓഫ് 1 ബാറിലേക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അറ്റ് ദിസ് പ്രഷർ ഇറ്റ് എൻറ്റേഴ്സ് ദ കോൾഡ് ചേമ്പർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് വർക്ക് സപ്ലൈഡ് കാണാൻ പറഞ്ഞു, COP കാണാൻ പറഞ്ഞു. ഇവിടെ നേരത്തെ കേസിൽ നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എയർ കംപ്രസ് ചെയ്യുന്ന ടെമ്പറേച്ചർ നമ്മളോട് പറഞ്ഞു. എത്രയാണ്? 5 ബാറിലേക്കാണ് അതിനെ കംപ്രസ് ചെയ്യുന്നത്. അത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. P1 = P4. അതുപോലെ തന്നെ അതിലേക്ക് വരുന്ന ടെമ്പറേച്ചർ, വരുന്ന എയറിൻ്റെ പ്രഷർ, കംപ്രസറിലേക്ക് വരുന്ന പ്രഷർ 1 bar. അത് ഞാൻ പറയാൻ വിട്ടുപോയി തോന്നുന്നു. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കാം. തിരിക്കാനൊന്നുമില്ല, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. സോ ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ എക്സ്പാൻഷൻ നടക്കുന്നത് PV raised to 1.3 ഈക്വൽ ടു കോൺസ്റ്റന്റിലാണ്. കംപ്രഷൻ നടക്കുന്നത് PV raised to gamma ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ലോ പ്രകാരമാണ്. ഒന്ന് അഡിയാബാറ്റിക് പ്രോസസ്സാണ്, മറ്റേത് എന്താണ്? പോളിട്രോപിക് പ്രോസസ്സാണ്. കംപ്രഷൻ അഡിയാബാറ്റിക്കും എക്സ്പാൻഷൻ എന്താണ്? പോളിട്രോപിക്കുമാണ്. ഫോളോ ചെയ്യുന്ന സൈക്കിൾ എന്ത് തന്നെയാണ്? Bell-Coldman സൈക്കിൾ തന്നെയാണ്. സോ അങ്ങനെയാണെങ്കിൽ ആ സൈക്കിൾ നിങ്ങൾ വരയ്ക്കുക. PV ഡയഗ്രാം വരയ്ക്കുന്നു. PV ഡയഗ്രാം വരച്ചിട്ട് തന്നിരിക്കുന്ന ഡാറ്റാസ് എന്ത് ചെയ്യുക? അടയാളപ്പെടുത്തുക. 1 to 2 എന്ന് പറയുന്നത് കംപ്രഷനാണ്. PV raised to gamma ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന പ്രോസസ്സാണ് ഫോളോ ചെയ്യുന്നത്. ബട്ട് 3 to 4 is an expansion. അത് ഫോളോ ചെയ്യുന്നത് എന്താണ്? PV raised to gamma എന്നുള്ളതല്ല, PV raised to 1.3 നോട്ട് അഡിയാബാറ്റിക് ഈക്വൽ ടു കോൺസ്റ്റന്റ്. എന്താണ് PV raised to n എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. PV raised to n എന്ന് പറയുന്ന പ്രോസസ്സ്, ഇതിനെയാണ് നമ്മൾ പോളിട്രോപിക് എന്ന് പറയുന്നത്. സോ എന്നിനെ വെൻ n ഈക്വൽ ടു ഗാമ, ആ പ്രോസസ്സ് എന്തായിട്ട് മാറും? അഡിയാബാറ്റിക് ആയിട്ട് മാറും. ഇവിടെ n ഗാമയല്ല, അതുകൊണ്ടാണ് 3 to 4 പോളിട്രോപിക് പ്രോസസ്സാണ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് എന്താണ്? കംപ്രസറിൻ്റെ ഇൻലെറ്റിലേക്ക് വരുന്ന എയറിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്കറിയാം T1 തന്നു, അതുപോലെ തന്നെ P1 തന്നു. T1 =
10 + 273 10 ഡിഗ്രി സെൽഷ്യസ് ആണ്, കെൽവിനിലേക്ക് മാറ്റി 283. അതുപോലെ P1 = P4, P1 തന്നിട്ടുണ്ട് 1 ബാർ. അതുപോലെ തന്നെ കംപ്രസ് ചെയ്യുന്ന പ്രഷർ പറഞ്ഞു, ഐസെൻട്രോപിക് കംപ്രഷനിൽ ചെയ്യുന്ന പ്രഷർ പറഞ്ഞു, അല്ലെങ്കിൽ അഡിയാബാറ്റിക് കംപ്രഷൻ്റെ പ്രഷർ പറഞ്ഞു 5 ബാർ ആണ്. സോ 5 ബാർ 1 to 2 5 ബാറിലേക്കാണ് കംപ്രസ് ചെയ്യുന്നത്. സോ P2 എന്ന് പറയുന്ന പ്രഷർ തന്നു, P2 = P3 ആണ്, 5 ബാർ അത് തന്നിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ then the air is cooled to a temperature of 20 degrees Celsius. എയർ കൂൾ ചെയ്ത ടെമ്പറേച്ചർ പറയുന്നുണ്ട്. ആഫ്റ്റർ കൂളിംഗ് എയറിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് പറയുന്നുണ്ട്. അതാണ് T3 എന്ന് പറയുന്നത്. കൂളിംഗ് നടക്കുന്നത് ഇവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. കംപ്രഷൻ, കൂളിംഗ്, എക്സ്പാൻഷന്, ഹീറ്റ്, എക്സ്ട്രാക്ഷൻ അല്ലേ. അപ്പോൾ T3 നമുക്ക് തന്നിട്ടുണ്ട്. T3 20 + 273 that is 293 കെൽവിൻ. സോ തന്നിരിക്കുന്ന ഡാറ്റാസ് നമ്മൾ എഴുതി വെച്ചു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? വർക്ക് സപ്ലൈഡ് പെർ കിലോഗ്രാം എയർ. 1 കിലോഗ്രാം എയറിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യേണ്ട വർക്ക് എത്രയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പോൾ വർക്ക് സപ്ലൈഡ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എന്ത് അറിയണം? ഹീറ്റ് ഹീറ്റ് അബ്സോർബ്ഡ് മൈനസ് എന്തറിയണം? ഹീറ്റ് റിജക്റ്റഡ് അല്ലേ. എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്തു, എത്ര ഹീറ്റ് റിജക്റ്റ് ചെയ്തു എന്നുള്ളത് എന്ത് ചെയ്യണം? അറിയണം. സോറി, ഹീറ്റ് അബ്സോർബ്ഡ് മൈനസ് അല്ല, തിരിച്ചാണ്. ഹീറ്റ് റിജക്റ്റഡ് മൈനസ് ഹീറ്റ് അബ്സോർബ്ഡ് ആണ്. അപ്പോൾ എത്ര ഹീറ്റ് റിജക്റ്റ് ചെയ്തു, എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്തു, അത് കണ്ടുപിടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ഹീറ്റ് റിജക്റ്റഡ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എവിടെ പോകണം? 2 to 3 എന്ന് പറയുന്ന പ്രോസസ്സ് അറിയണം. MCP × T2 - T3. അതിൽ T2 നമുക്ക് അറിയില്ല. T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ നമുക്കറിയില്ല. T3ൻ്റെ ടെമ്പറേച്ചർ അറിയുള്ളൂ. സോ T2ൻ്റെ ടെമ്പറേച്ചർ നമ്മൾ കണ്ടുപിടിക്കണം. എന്നാലേ അവിടുത്തെ ഹീറ്റ് റിജക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അതുപോലെ ഹീറ്റ് അബ്സോർപ്ഷൻ അറിയണമെന്നുണ്ടെങ്കിൽ MCP × T1 - T4. ഓൺലി T1 മാത്രമേ അറിയുള്ളൂ, T4 അറിയില്ല. സോ T1 ഉം T4 അറിയില്ല. സോ T4ഉം അതുപോലെ തന്നെ T2ഉം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് പ്രോസസ്സ് 1 to 2 എന്ന് പറയുന്ന അഡിയാബാറ്റിക് പ്രോസസ്സ് കൺസിഡർ ചെയ്താൽ നമുക്ക് T2 കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ 3 to 4 എന്ന് പറയുന്ന പോളിട്രോപിക് എക്സ്പാൻഷൻ പ്രോസസ്സ് കൺസിഡർ ചെയ്താൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? T4 കണ്ടുപിടിക്കാം. ആ രണ്ട് റേഷ്യോ ഉണ്ട്. പ്രഷർ റേഷ്യോവും ടെമ്പറേച്ചർ റേഷ്യോവും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കണ്ടുപിടിക്കാൻ കഴിയും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അഡിയാബാറ്റിക് കർവ് 1 to 2 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ പറയൂ, റിലേഷൻ പറയൂ. T2 / T1, ഹയർ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ലോവർ ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു ഹയർ പ്രഷർ എന്താണ്? P2 / P1 5/1 all raised to gamma - 1/gamma. കാരണം അവിടെ ഗാമയാണ്, അഡിയാബാറ്റിക് ആണ്, അതുകൊണ്ടാണ്. സോ 1.4 ഡിവൈഡഡ് -1.4 എത്ര കിട്ടും? 1.5 raised to 2.7 that is 1.584 എന്ന് കിട്ടും. 1.584 എന്ന് കിട്ടും. സോ അതിൽ നിന്ന് T2 ഈക്വൽ ടു എന്ത് ചെയ്യാൻ പറ്റും? T2 നമുക്കറിയില്ല. സോ T2 അറിയാം. ഇതിൽ നിന്ന് ആരെ കണ്ടുപിടിക്കാം? T1 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ. സോ T1 ഈക്വൽ ടു T1 അല്ല, T2 കണ്ടുപിടിക്കാൻ കഴിയും. T1 × 1.584 ആണ് എന്ത്? T2 എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ എത്ര കിട്ടി? 448 കെൽവിൻ എന്ന് കിട്ടി. ഓക്കെ. അതിന് T2 കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സ്. 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? എക്സ്പാൻഷൻ ആണ്. ബട്ട് ഇറ്റ് ഇസ് പോളിട്രോപിക് എക്സ്പാൻഷൻ. അവിടെ നിങ്ങൾ PV/1.3 ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? PV/1.3 ആണ്, അത് നിങ്ങൾ ഓർത്തിരിക്കുക. സോ അവിടെ ഇക്വേഷനിൽ എന്ത് വരും? ചെറിയ മാറ്റം വരും. ഹയർ ടെമ്പറേച്ചർ ഏതാണ്? T3. ലോവർ ടെമ്പറേച്ചർ ഏതാണ്? T4. ഹയർ പ്രഷർ ഏതാണ്? P3. ലോവർ പ്രഷർ ഏതാണ്? P4. സോ ആ ഇക്വേഷനിൽ ഗാമയ്ക്ക് പകരം ഇവിടെ ആര് വരും? പോളിട്രോപിക് ഇൻഡെക്സ് ആയ N വരും. N - 1 ഡിവൈഡഡ് ബൈ N. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? T4 എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. 202 കെൽവിൻ ആണ് T4 എന്ത് ചെയ്യുക? ലഭിക്കുക. ഓക്കെ. സോ ഇത് രണ്ടും കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹീറ്റ് റിജക്റ്റഡ് ബൈ എയർ. ഹീറ്റ് റിജക്റ്റഡ് ബൈ എയർ ഏതാണ്? 2 to 3 ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത്. സോ
സോ ഹീറ്റ് റിജക്റ്റഡ് ബൈ എയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? mCp × T2 - T3. ഇവിടെ എമ്മിൻ്റെ വാല്യൂ തന്നിട്ടില്ല, സോ എം ടേക്ക് ആസ് 1. നമ്മളോട് ഓക്കെ 1 കിലോഗ്രാമിൻ്റെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കുക, 1 കിലോഗ്രാം എയറിലേക്ക് എത്ര വർക്ക് സപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട? മാസിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം 1 കിലോഗ്രാമിൻ്റെ അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം Cp × T2 - T3 ആണ് എന്നുള്ളത്. സോ Cp × T2 - T3 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ ഹീറ്റ് റിജക്റ്റഡ് ബൈ എയർ കിട്ടും. ഇത്ര എമൗണ്ട് ഓഫ് ഹീറ്റാണ് റിജക്റ്റ് ചെയ്തത് എന്നുള്ളത് 2 to 3 ആ ഇക്വേഷനിൽ കൊടുത്താൽ കിട്ടും. അതുപോലെ ഹീറ്റ് അബ്സോർപ്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? Cp × T1 - T4 അതും കിട്ടും. എന്താണ് ഹീറ്റ് അബ്സോർബ്ഡ് എന്നുള്ളത് നിങ്ങൾക്കറിയാം, അത് തന്നെയാണ് നമ്മുടെ റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ്. സോ അത് കിട്ടി. ദെൻ വർക്ക് സപ്ലൈഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഹീറ്റ് റിജക്റ്റഡ് മൈനസ് ഹീറ്റ് അബ്സോർബ്ഡ് അതിന് കിട്ടും. ഓക്കെ, ദെൻ COP കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നെറ്റ് റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ, അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ. സോ ഇവിടെ ഹീറ്റ് അബ്സോർബ്ഡ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, വർക്ക് ഡൺ ഇവിടെയും കണ്ടുപിടിച്ചു. ദെൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1.1 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, സോ ഇതിൽ ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമുക്ക് ഇനി നെക്സ്റ്റ് ഓപ്പൺ സിസ്റ്റം ഓഫ് എയർ റെഫ്രിജറേഷൻ, അതുപോലെ തന്നെ ക്ലോസ്ഡ് സിസ്റ്റം ഓഫ് എയർ റെഫ്രിജറേഷൻ, അതുപോലെ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന് എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കൂടി നോക്കാം. ഓപ്പൺ സിസ്റ്റം ഓഫ് റെഫ്രിജറേഷൻ, നമ്മൾ എയർ റെഫ്രിജറേഷൻ്റെ സ്കിമാറ്റിക് ഡയഗ്രാം അല്ലെങ്കിൽ ഒരു ലൈൻ ഡയഗ്രാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഓക്കെ, എന്താണെന്ന് ഒന്നും കൂടി നോക്കാം. ഇൻ ആൻ ഓപ്പൺ സിസ്റ്റം ഓഫ് റെഫ്രിജറേഷൻ, പ്രൊഡക്ട്സ് പ്ലേസ്ഡ് ഇൻ കോൾഡ് ചാമ്പർ ആർ ഡയറക്ട്ലി എക്സ്പോസ്ഡ് ടു ദ റെഫ്രിജറന്റ് ഓർ എയർ. എന്താണ് നമ്മൾ പറഞ്ഞു? ആ ഒരു ഓപ്പൺ എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നമ്മുടെ റെഫ്രിജറൻ്റ് ആയിട്ടുള്ള എയർ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഏത് സ്പേസ് ആണോ കൂൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റുകളാണോ നമുക്ക് കൂൾ ചെയ്യേണ്ടത്, ആ കൂൾ ചെയ്യേണ്ട പ്രൊഡക്റ്റുമായിട്ട് അതെന്താണ്? ഡയറക്റ്റ്ലി എക്സ്പോസ്ഡ് ആവുകയാണ്. അത് ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് തുറന്നു വിടുകയാണ്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പോഷൻ അവിടെ നടക്കുന്നുണ്ട് ഓപ്പൺ സിസ്റ്റത്തിൽ. ഓക്കെ, ദാറ്റ് ഈസ് ദർ വിൽ ബി എ ഡയറക്റ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ കോൾഡ് എയർ ആൻഡ് ദ പ്രൊഡക്ട്സ്. നമ്മുടെ കോൾഡ് എയറും ആ പ്രൊഡക്റ്റുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് കോണ്ടാക്ട് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്, അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ട്രാക്ഷൻ ആ കോൾഡ് എയർ ഉപയോഗിച്ചിട്ട് നടക്കുന്നത്. ഇഫ് സ്പേസ് ഇറ്റ്സെൽഫ് ഈസ് ടു ബി കൂൾഡ്, ദ കോൾഡ് എയർ ഈസ് സിംപ്ലി ലെറ്റ് ഇൻ ടു ദ സ്പേസ്. ഒരു സ്പേസ് ആണ് നമുക്ക് കൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്പേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ കോൾഡ് എയറിനെ പാസ് ചെയ്യും. അല്ല, ഒരു പ്രൊഡക്റ്റൊക്കെയാണ് നമുക്ക് കൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റിലേക്ക് എന്ത് ചെയ്യും? ഈ കോൾഡ് എയറിനെ പാസ് ചെയ്തിടാം. അത് അതിന് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട്. അങ്ങനെയാണ് ഓപ്പൺ സിസ്റ്റം ഓഫ് എയർ റെഫ്രിജറേഷനിൽ നമ്മുടെ റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ട്രാക്ഷൻ നടക്കുന്നത്. സോ ഇൻ ആൻ ഓപ്പൺ സിസ്റ്റം, moisture from the space may freeze at 0 degrees Celsius. This would block the piping and choke the valves of compressor. Choke the valves of compressor. അതായത് ഓപ്പൺ സിസ്റ്റത്തിൽ നമ്മളിത് ഡയറക്റ്റ്ലി ഏത് സ്പേസിലാണോ കൂൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ഇതിനെന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ തുറന്നു വിടുകയാണ് ഈ കോൾഡ് എയറിന്. അപ്പോൾ ഈ കോൾഡ് എയറിലുള്ള ആൾക്കാരെന്താവും? അതിൽ മോയ്സ്ചർ കണ്ടന്റ് കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. മോയ്സ്ചർ കണ്ടന്റ്, അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചർ ആ എയറിൽ എന്ത് ചെയ്യാം? കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആ മോയ്സ്ചർ എന്ത് ചെയ്യാം? ഈ ഒരു സ്പേസിൽ ഫ്രീസ് ചെയ്ത് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഫ്രീസ് ചെയ്ത് പോവും. അങ്ങനെ ഫ്രീസ് ചെയ്യാൻ എന്താണ്? ഈ എയറാണ് നമ്മുടെ കംപ്രസറിലേക്ക് വരുന്നത്. ഈ എയറാണ് നമ്മുടെ കംപ്രസറിലേക്ക് വരുന്നത്. എയർ വരുന്ന കൂട്ടത്തിൽ ആരും വരികയാണ്? ഈ മോയ്സ്ചറും നമ്മുടെ കൂട്ടത്തിൽ വരും. അങ്ങനെ ആ ഒരു പൈപ്പിങ്ങിനെ കംപ്രസറിൻ്റെ വാൽവ്, അല്ലെങ്കിൽ നമ്മുടെ ഈ എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന പൈപ്പിൽ എവിടെയാണോ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിനെക്കാട്ടും കുറയുന്നത്, അവിടെ എന്ത് ചെയ്യും? ഈ എയറിൽ അടങ്ങിയിട്ടുള്ള മോയ്സ്ചർ എന്താവും? ഫ്രീസായിട്ട് അവിടെ ഐസായിട്ട് മാറിയിട്ട് നമ്മുടെ പൈപ്പിങ്ങിനെ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. അല്ലെങ്കിൽ അതിന് അങ്ങനെ ആ ബ്ലോക്കിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് ചോക്ക് ചെയ്യുക എന്ന് പറയാം. ചോക്കിംഗ് എന്ന് പറയും. ചോക്കിംഗ് മീൻസ് അതിനെ ഐസ് ഫോം ചെയ്ത് ബ്ലോക്ക് ആവുന്നതിനെയാണ് നമ്മൾ ചോക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ബ്ലോക്കിംഗ് സംഭവിക്കും. ഓക്കെ, കംപ്രസറിൻ്റെ വാൽവിനും അതുപോലെ തന്നെ ഈ ഒരു റെഫ്രിജറേറ്ററിൻ്റെ ട്യൂബ്സിനെയും എന്ത് ചെയ്യും? ഈ ഒരു മോയ്സ്ചർ ഉള്ളത് കാരണം എവിടെയെങ്കിലും ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിനെക്കാട്ടും കുറഞ്ഞാൽ അതെന്താവും? അവിടെ ഐസ് ഫോം ചെയ്ത് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ എയറിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്.
എക്സ്പാൻഡറിൽ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓൺലി അപ് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് ദി ലീസ്റ്റ്. നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന മാക്സിമം അല്ലെങ്കിൽ മിനിമം പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത്. കാരണം ഇതിനെ നമ്മൾ ഡയറക്റ്റ്ലി എങ്ങോട്ടാണ് തുറന്നു വിടുന്നത്? നമുക്ക് ഏത് സ്പേസ് ആണോ കൂൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റ് ആണോ കൂൾ ചെയ്യേണ്ടത് അതിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് അതിനെ തുറന്നു വിടുകയാണ്. സോ ബേസിക്കലി അത് എന്ത് ചെയ്യാം, ഈ എക്സ്പാൻഡറിൽ നിന്ന് വരുന്ന എയർ അല്ലെങ്കിൽ എയർ എക്സ്പാൻഡ് ചെയ്യേണ്ടത് ആ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ പ്രഷറിലേക്കായിരിക്കണം. സോ നോർമൽ കണ്ടീഷനിലെല്ലാം നമ്മൾ എന്തായിരിക്കും, അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു എയറിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കൊണ്ടുവരിക. അങ്ങനെ എയറിനെ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്ക് മാത്രമേ എയർ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സ്പാൻഡ് ആവുന്നുള്ളൂ. അതിനെക്കാട്ടും ലോവർ പ്രഷറിലേക്ക് എന്ത് ചെയ്യുന്നില്ല, അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്ക് ഏത് സ്പേസിലാണോ കൂൾ ചെയ്യുന്നത് ആ ഒരു സ്പേസിൻ്റെ പ്രഷറിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഡയറക്റ്റ്ലി എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. നോർമലി അതെന്തായിരിക്കും, അറ്റ്മോസ്ഫിയറിക് പ്രഷറായിരിക്കും. സോ ആ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് കാരണം തന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയറത്തെ അല്ലെങ്കിൽ ഈ ഒരു കോൾഡ് സ്പേസത്തെ എയറിനെയാണ് നമ്മുടെ കംപ്രസർ എന്ത് ചെയ്യുന്നത്, വീണ്ടും നമ്മുടെ അതിൻ്റെ സെക്ഷൻ പൈപ്പിലേക്ക് വലിച്ചെടുക്കുന്നത് അല്ലേ. ആ ഒരു റെഫ്രിജറേറ്റർ സ്പേസിൽ നിന്ന് തന്നെയാണ് ആ എയറിനെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീണ്ടും വലിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നത്, ആ ഒരു സ്പേസിൻ്റെ ഉള്ളിലത്തെ. സോ സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയതുകൊണ്ട് തന്നെ എന്താണ് പ്രശ്നം, ഇതിൽ ഹാൻഡിൽ ചെയ്യേണ്ട ഈ കംപ്രസർ ഹാൻഡിൽ ചെയ്യേണ്ട പ്രഷറിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ കംപ്രസർ ഹാൻഡിൽ ചെയ്യേണ്ട എയറിൻ്റെ വോളിയം എന്ത് ചെയ്യും, കൂടും. കുറച്ചും കൂടി കുറഞ്ഞ പ്രഷറിലാണ് നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്രസർ ഹാൻഡിൽ ചെയ്യേണ്ട വോളിയം ഓഫ് എയർ എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്തിനുണ്ട്, ഓപ്പൺ സിസ്റ്റം ഓഫ് എയർ റെഫ്രിജറേഷൻ ഉണ്ട്. നിങ്ങൾ സിമ്പിളി ഇത്ര ഓർത്തിരിക്കുക, ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണ് നമ്മുടെ കോൾഡ് എയറും നമുക്ക് കൂൾ ചെയ്യേണ്ട സ്പേസും അല്ലെങ്കിൽ കൂൾ ചെയ്യേണ്ട പ്രൊഡക്ട്സും തമ്മിലും. ഓക്കെ, അതുപോലെ തന്നെ ഈ അറ്റ്മോസ്ഫിയറുമായിട്ട് എയർ നമ്മുടെ ഈ റെഫ്രിജറൻറ്റ് അല്ലെങ്കിൽ ഈ എയർ കോണ്ടാക്ട് വരുന്നത് കൊണ്ട് അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചർ എന്ത് ചെയ്യാം, നമ്മുടെ എയറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ എയർ റെഫ്രിജറേഷനിൽ എവിടെയെങ്കിലും നമ്മുടെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിനെക്കാട്ടും കുറഞ്ഞു വന്നാൽ ആ ഭാഗത്ത് മോയ്സ്ചർ എന്താവും, ഇതിൽ കുടുങ്ങി ട്രാപ്പായിട്ടുള്ള മോയ്സ്ചർ ഫ്രീസ് ചെയ്തിട്ട് നമ്മുടെ പൈപ്പിംഗ് ഒക്കെ എന്താവാം, ബ്ലോക്ക് ആവാനും ചോക്ക് ആവാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് മിനിമം നമുക്ക് എത്രയേ പറ്റുള്ളൂ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ആ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള എയറിനെ തന്നെ വേണം നമ്മൾ വീണ്ടും നമ്മുടെ കംപ്രസറിലേക്ക് വലിച്ചെടുക്കാൻ അല്ലെങ്കിൽ സക്ക് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രഷറിനെക്കാട്ടും കുറഞ്ഞ പ്രഷറിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറഞ്ഞ പ്രഷറിലുള്ള എയർ ആണെങ്കിൽ കൂടുതൽ അല്ലെങ്കിൽ വോളിയം എയർ ഹാൻഡിൽ ചെയ്യേണ്ട വോളിയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എയറിൻ്റെ വോളിയം കുറയാൻ കഴിയും. അങ്ങനെ കംപ്രസറിൻ്റെ സൈസ് അവിടെ കുറയ്ക്കാൻ കഴിയും. പക്ഷെ ഇവിടെ എത്രയാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്കാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട വോളിയം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും. കുറച്ച് കൂടുതൽ വോളിയം ഓഫ് എയർ എന്ത് ചെയ്യേണ്ടി വരും, ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ കംപ്രസറിൻ്റെ സൈസ് ഓപ്പൺ സിസ്റ്റത്തിൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇനി ക്ലോസ്ഡ് സിസ്റ്റത്തിന് എന്താണ് പ്രത്യേകത? ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം കോൾഡ് എയർ ഈസ് സർക്കുലേറ്റഡ് ത്രൂ കോയിൽസ് ഓഫ് പൈപ്പ് പ്ലേസ്ഡ് ഇൻ ദി കോൾഡ് ചാമ്പർ. നമ്മൾ കണ്ടതാണ്, കോൾഡ് ചാമ്പറിലുള്ള പൈപ്പ്സിലൂടെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ കോൾഡ് എയർ സർക്കുലേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ഏത് സ്പേസ് ആണോ കൂൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റ് ആണോ കൂൾ ചെയ്യേണ്ടത് അവ തമ്മിൽ ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റും ഈ കോൾഡ് എയറിനില്ല. അതെന്ത് ചെയ്യുന്നു, അതൊരു പൈപ്പിലൂടെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ്, ദർ വിൽ ബി ആൻ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ കോൾഡ് എയർ ആൻഡ് പ്രൊഡക്ട്സ്. അവിടെ ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല. സോ ദ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ബൈ കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ. കണ്ടക്ഷനും കൺവെക്ഷനും ഒക്കെ വഴിയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഇവിടെ മോയ്സ്ചറിൻ്റെ ഫ്രീസിങ് പ്രോബ്ലം ഉണ്ടാവത്തില്ല, will not arise in closed system. So no blocking, no choking of piping and valves of compressor.
കംപ്രസറിൻ്റെ വാൽവ് ചോക്ക് ചെയ്യുകയോ അതുപോലെ തന്നെ പൈപ്പിംഗ് ബ്ലോക്ക് ആവുകയോ ഒന്നും എന്ത് ചെയ്യത്തില്ല, സംഭവിക്കത്തില്ല. കാരണം ഇത് ഡയറക്റ്റ്ലി നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എന്ത് ചെയ്യുന്നില്ല, തുറന്നു വിടുന്നില്ല. അറ്റ്മോസ്ഫിയറിൽ പോയാലാണ് പ്രശ്നം, കാരണം അവിടെ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും. ഇവിടെ ആൾറെഡി നമ്മൾ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചർ കണ്ടന്റും ഇല്ലാത്ത എയറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ട്യൂബിലൂടെ പാസ് ചെയ്യുന്നത്. ക്ലോസ്ഡ് ഓപ്പണിലാണെങ്കിൽ ആ എയർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോൾഡ് ചാമ്പറിൽ എത്തുമ്പോൾ അത് അറ്റ്മോസ്ഫിയറിലത്തെ എയറുമായിട്ട് മിക്സ് ആവുന്നുണ്ട്. സോ അവിടെ മോയ്സ്ചർ കണ്ടന്റ് കയറി കൂടാനുള്ള ചാൻസ് നമ്മുടെ എയറിലുണ്ട്. സോ അതൊരു പ്രോബ്ലമാണ്. അതിവിടെ ഇല്ല. ഇൻ ക്ലോസ്ഡ് സിസ്റ്റം ദ എക്സ്പാൻഷൻ മേ ബി ക്യാരിഡ് ഔട്ട് ടു പ്രഷർ ഈവൻ ലെസ് ദാൻ അറ്റ്മോസ്ഫിയറിക്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടും കുറഞ്ഞ പ്രഷറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്പാൻഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ കഴിയും. എന്നാൽ മറ്റൊരിടത്ത് കഴിയില്ല. കാരണം നമുക്ക് ഏത് സ്പേസിലേക്കാണോ കൂൾ ചെയ്യേണ്ടത് ആ സ്പേസിൻ്റെ കണ്ടീഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ എക്സ്പാൻഡ് ചെയ്യണം. സോ മിനിമം നമുക്ക് പറ്റുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ അതിനെക്കാട്ടും കുറഞ്ഞ പ്രഷറിലേക്ക് നമുക്ക് ഓപ്പൺ സിസ്റ്റത്തിൽ എയറിനെ എക്സ്പാൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതൊരു പ്രോബ്ലമാണ്. അത് ഇവിടെ ആര് വരിയിരിക്കും, ക്ലോസ്ഡ് സിസ്റ്റത്തിൽ നമുക്ക് കഴിയും. കാരണം ക്ലോസ്ഡ് സിസ്റ്റത്തിൽ അത് ഡയറക്റ്റ്ലി എങ്ങോട്ട് എക്സ്പോസ് ചെയ്യുന്നില്ല. അത് ട്യൂബിൻ്റെ ഉള്ളിലൂടെ മാത്രമാണ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ക്ലോസ്ഡ് ആണ്, ആ എയർ എവിടേക്കും പോകുന്നില്ല, ട്യൂബിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടും കുറഞ്ഞ പ്രഷറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഉപയോഗിക്കുന്ന കംപ്രസറിൻ്റെയും അതുപോലെ തന്നെ എക്സ്പാൻഡറിൻ്റെയും സൈസ് സെയിം കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് കിട്ടുന്ന എയർ ഓപ്പൺ സൈക്കിൾ എയർ റെഫ്രിജറേഷൻ എടുത്താൽ ഒരേ COP ഉള്ള രണ്ട് ഓപ്പണും അതുപോലെ തന്നെ ക്ലോസ്ഡ് എടുത്താൽ അതിൽ കംപ്രസറിൻ്റെ സൈസ് കൂടുതൽ ഓപ്പൺ സിസ്റ്റത്തിനായിരിക്കും, കുറവ് ഏതിനായിരിക്കും, ക്ലോസ്ഡ് സിസ്റ്റത്തിനായിരിക്കും. അതേപോലെ തന്നെ എക്സ്പാൻഡർ സൈസ് കുറവ് ക്ലോസ്ഡിനും കൂടുതൽ ഏതിനായിരിക്കും, കംപ്രസറിന് നമ്മുടെ ഓപ്പണിലായിരിക്കും. ഓക്കെ. എപ്പോഴും സൈസ് കുറവ് ഏതിനായിരിക്കും, ക്ലോസ്ഡ് സിസ്റ്റത്തിനായിരിക്കും. കംപ്രസറിൻ്റെയും എക്സ്പാൻഡറിൻ്റെയും സൈസ് കുറവ് ഫോർ സെയിം കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. COP മാറുന്നതിനനുസരിച്ച് സൈസിന് മാറ്റം വരാം. ബട്ട് ഫോർ സെയിം COP കംപ്രസറിൻ്റെ സൈസും എക്സ്പാൻഡറിൻ്റെ സൈസും കുറവ് ഏതിനായിരിക്കും, ക്ലോസ്ഡ് സിസ്റ്റത്തിനായിരിക്കും ആസ് കമ്പയർഡ് ടു ഓപ്പൺ സിസ്റ്റം. ഓക്കെ, അത് ഓർത്തിരിക്കുക. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് റെഫ്രിജറേഷൻ, എയർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്താണ്? എയർ നോൺ ഫ്ലൈമബിൾ ആണ്, അതുകൊണ്ട് തന്നെ റിസ്ക് ഓഫ് ഫയർ ഇല്ല. അമോണിയ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫ്ലൈമബിൾ ആണ്, അവിടെ ഫയറിനുള്ള ചാൻസുകളുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ചീപ്പർ, നിങ്ങൾക്കറിയാം എയർ ഈസിലി അവൈലബിൾ ആണ് ആസ് കമ്പയർഡ് ടു നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ റെഫ്രിജറൻസിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എയർ ചീപ്ലി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വെയിറ്റ് ഓഫ് ദ സിസ്റ്റം പെർ ടൺ ഓഫ് റെഫ്രിജറേഷൻ ഈസ് ക്വൈറ്റ് ലോ ആസ് കമ്പയർഡ് ടു അതർ സിസ്റ്റം. മറ്റ് റെഫ്രിജറൻറ്റുകൾ ഉപയോഗിക്കുന്ന റെഫ്രിജറേഷൻ സിസ്റ്റംസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ 1 ടൺ ഓഫ് റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ വെയിറ്റും നമ്മൾ എയർ ഉപയോഗിച്ചിട്ട് 1 ടൺ ഓഫ് റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റെഫ്രിജറേറ്റിംഗ് മെഷീൻ്റെ സൈസ് അല്ല വെയിറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ വെയിറ്റ് കുറവ് ഏതിനാണ്, നമ്മുടെ എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനാണ്. കാരണം എയർ എന്ന് പറയുന്ന റെഫ്രിജറേറ്റിൻ്റെ വെയിറ്റ് കുറവാണ്. സോ ബിക്കോസ് ഓഫ് ദിസ് റീസൺ ദിസ് ഈസ് എംപ്ലോയ്ഡ് ഇൻ എയർക്രാഫ്റ്റ്. അതുകൊണ്ടാണ് അത് എയർക്രാഫ്റ്റുകളുടെ എന്ത് ചെയ്യുന്നത് ഇപ്പോഴും നമ്മളത് യൂസ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഇതിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്താണ്, വളരെ കുറവാണ് ആസ് കമ്പയർഡ് ടു അതർ സിസ്റ്റംസ്. അതുപോലെ തന്നെ വെയിറ്റ് ഓഫ് ദ എയർ റിക്വയർഡ് ടു ബി സർക്കുലേറ്റഡ് ഈസ് കമ്പാരിറ്റീവ്ലി മോർ. മറ്റ് റെഫ്രിജറേറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ കൂടുതൽ COP ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, അതിൽ കൂടുതൽ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ എമൗണ്ട് ഓഫ് എയറിനെ അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റ് ഓഫ് എയറിനെ എന്ത് ചെയ്യേണ്ടി വരും, മറ്റൊരു റെഫ്രിജറൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ വെയിറ്റ് ഓഫ് എയർ അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട് ഓഫ് എയർ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു സർക്കുലേഷൻ സിസ്റ്റത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സർക്കുലേറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ മറ്റ് സാധാരണ നമ്മൾ എയർ അല്ലാത്ത റെഫ്രിജറൻറ്റുകൾ, കോമൺ റെഫ്രിജറൻസ് ഉണ്ട്, അവിടെയൊക്കെ നമുക്ക് COP ഒരു പർട്ടിക്കുലർ COP കിട്ടണമെന്നുണ്ടെങ്കിൽ അത്ര ഇവിടെ ആ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് COP നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എയർ റെഫ്രിജറേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന എയറിൻ്റെ വെയിറ്റിനെക്കാട്ടും കുറഞ്ഞ എമൗണ്ട് ഓഫ് വെയിറ്റ് അല്ലെങ്കിൽ കുറഞ്ഞ എമൗണ്ട് ഓഫ് മാസ് മാത്രം മതി നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റെഫ്രിജറേഷൻസിൽ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഓർത്തിരിക്കുക.
താങ്ക് യു. ഡൗട്ടുകൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇതിൻ്റെ നോട്ട് ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ.